നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പരമ്പരാഗത ശൈലികൾ വിട്ട് വാർത്താ ചാനലുകൾ കൂടുതൽ വിനോദ രസക്കൂട്ടുകളിലേക്ക് മാറിയതോടെ ബാർക്ക് റേറ്റിംഗിലും കുതിപ്പും കിതപ്പും തുടരുകയാണ്. കാരണം ആളുകൾ ഇന്ന് വാർത്ത എത്രയും വേഗം ലഭിക്കുവാനായിട്ട് വാർത്താ ചാനലുകളെല്ലാം തന്നെ നമ്മൾ മാറ്റി വെക്കാറുണ്ട്. ഏറ്റവും സത്യസന്ധമായ വാർത്തകൾ ഏറ്റവും വേഗത്തിൽ ആരാണോ ജനങ്ങളിലേക്ക് എത്തുന്നത് ആ ചാനലായിരിക്കും കൂടുതൽ വാർത്തകൾ കാണുവാനായിട്ട് ആളുകൾ കാണുന്നത്. ഏതായാലും മത്സരം ഇപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് ചാനൽ മേഖലയിൽ മുറുകുകയാണ്. റിപ്പോർട്ടർ TV ഏഷ്യാനെറ്റിനെ മറികടന്ന് 2ാം സ്ഥാനത്ത് എത്തിയതാണ് ഇപ്പോൾ പുതിയ റേറ്റിംഗ് വാർത്ത. അതേസമയം റിപ്പോർട്ടർ 1ാം സ്ഥാനത്തുള്ള 24 ന്യൂസിനെ മറിച്ചിടുമോ എന്നാണ് പുതിയ ആകാംക്ഷ. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഏഷ്യാനെറ്റിനെ മറികടന്ന് 24 ന്യൂസ് 1ാമതെത്തിയപ്പോൾ അധികം വൈകാതെ തന്നെ ഏഷ്യാനെറ്റിനെ 3ാമതാക്കി റിപ്പോർട്ടർ മുന്നേറ്റം നടത്തുമെന്ന വിലയിരുത്തൽ വന്നിരുന്നു. ഈ ആഴ്ച അത് സംഭവിച്ചു. അടുത്ത ആഴ്ചയോ അതിന്റെ പിന്നത്തെ ആഴ്ചയോ 24 ന്യൂസിനെ പിന്നിലാക്കി റിപ്പോർട്ടർ 1ാമതെത്താനും സാധ്യതയുണ്ട്. 157.3 പോയിന്റോടെയാണ് 24 ന്യൂസ് 1ാമതെത്തിയിരിക്കുന്നത്. 149.1 പോയിന്റോടെ റിപ്പോർട്ടർ TV 2ാമതും ഏഷ്യാനെറ്റ് ന്യൂസ് 147.6 പോയിന്റോടെ 3ാമത്തതുമാണ്. 72.8 പോയിന്റോടെ മനോരമ ന്യൂസ് 4ാമതും 65 പോയിന്റോടെ മാതൃഭൂമി ന്യൂസ് 5ാമതുമാണ്. 25 പോയിന്റുകൾ നേടി കൈരളി 6ാമതും 24.8 പോയിന്റോടെ തൊട്ടുപിറകിൽ ന്യൂസ് 18നുമാണ്. 23.2 പോയിന്റോടെ ജനം 8ാമതും 16.5 പോയിന്റോടെ മീഡിയ 1 9ാമതുമാണ്. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് വരെ ഏഷ്യാനെറ്റ് ആയിരുന്നു 1ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. വാർത്താ അവതരണ രീതിയിൽ വലിയ പൊളിച്ചെഴുത്ത് നടത്തിയതോടെയാണ് 24 ന്യൂസ് 1ാമതേക്ക് കുതിച്ചെത്തിയത്. മലയാളത്തിലെ ആദ്യ വാർത്താ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പരമ്പരാഗത ക്ലാസിക് രീതിയിൽ നിന്നുള്ള സമൂല മാറ്റത്തിന് തിരികൊളുത്തിയതാണ് 24 ന്യൂസിനും റിപ്പോർട്ടറിനും തുണയായത്. മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും ഏഷ്യാനെറ്റും സൃഷ്ടിച്ച ചട്ടക്കൂട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ കാര്യമായ ശ്രമം നടത്തിയിരുന്നില്ല. എന്നാൽ 24 ന്യൂസ് വന്നതോടെ മികച്ച എന്റർടൈനറായ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ പുത്തൻ അവതരണ രീതികൾ പരീക്ഷിച്ചു. ശ്രീകണ്ഠൻ നായരുടെ മികവും പ്രാഗൽഭ്യവും അതിന് വഴി തുറന്നുവെന്ന് വിലയിരുത്തേണ്ടി വരും. 24 ന്യൂസിന്റെ വാർത്താ സംസ്കാരം പിന്തുടരുന്ന മറ്റൊരു ചാനലായി റിപ്പോർട്ടർ മാറിയപ്പോൾ സ്വാഭാവികമായി അത്തരം വാർത്താ അവതരണത്തിന്റെ സാധ്യത കൂടി. മത്സരബുദ്ധി 24 ന്യൂസിനും റിപ്പോർട്ടറിനും ഒരുപോലെ ഗുണം ചെയ്തുവെന്നാണ് റേറ്റിംഗ് സൂചിപ്പിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടറിലേക്ക് മാറിയതോടെ 24 ന്യൂസും റിപ്പോർട്ടറും തമ്മിലുള്ള മത്സരം മുറുകുകയും ഏഷ്യാനെറ്റ് പിൻപോട്ട് പോവുകയും ചെയ്തു. ഏഷ്യാനെറ്റിന്റെ 3ാം സ്ഥാനം സ്ഥായിയാണോ എന്നത് ഇപ്പോൾ പറയാനാവില്ല. ഇപ്പോഴും പരസ്യക്കാർ പരിഗണിക്കുന്ന വിഭാഗത്തിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് 1ാം നമ്പർ. ചുരുക്കത്തിൽ ഏഷ്യാനെറ്റിന്റെ പരസ്യത്തെയോ വരുമാനത്തെയോ ഇതുവരെ ബാധിച്ചില്ല. എന്നാൽ ഏഷ്യാനെറ്റ് തുടർച്ചയായി പിന്നിൽ പോയാൽ ക്ഷീണമാകുമെന്ന് ഉറപ്പ്. 24 ന്യൂസിന്റെയും റിപ്പോർട്ടറിന്റെയും വളർച്ച തടസ്സമില്ലാതെ തുടരുമോ എന്നും വ്യക്തമല്ല. വൈകാരികതയിൽ ഊന്നിയുള്ള വാർത്താവതരണ രീതിയിലൂടെയാണ് ഇരു ചാനലുകളും മുൻപന്തിയിലെത്തിയത്. ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ അർജുൻ എന്ന യുവാവിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ദൗത്യം, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങിയ വിഷയങ്ങളെല്ലാം അതിവൈകാരിക ശൈലിയുടെ പേരിൽ വിമർശനങ്ങളും വന്നിരുന്നു. എന്നിരുന്നാലും റേറ്റിംഗിൽ അത് ഗുണകരമായതായി കരുതേണ്ടി വരും. ഏതായാലും കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് തിരിച്ചറിഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസും യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിന്റെ CCTV ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവായി പുറത്തുവിട്ട് അതിനൊരു തുടക്കമിട്ടു. പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിലും ഏഷ്യാനെറ്റ് തന്നെയാണ് മുൻപിൽ.